18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിൻ്റെ തെക്കൊരു രാജ്യമുണ്ടായിരുന്നു, വേണാട്. രാജാക്കന്മാർ കെട്ടിപ്പാടുന്ന വേണാടാണ് പിന്നീട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൽ കീഴിൽ ശ്രീ വാഴങ്കോട് എന്ന തിരുവിതാംകൂറായത്. ഈ കഥ വേണാടിൻ്റെ കഥയാണ്. രാജ്യാവകാശമുണ്ടായിട്ടും അത് നിഷേധിക്കപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നു യുവരാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക്. അന്നത്തെ പ്രബലരായ 8 വീട്ടിൻ പിള്ളമാരെന്ന സ്ഥാനികളും കിങ്കരന്മാരും രാജസദസ്യരും ശ്രീപത്മനാഭൻ തമ്പി എന്ന രാജപുത്രനും ചേർന്ന ഒരു വശത്ത്, യുവരാജാവ് മറുവശത്ത്. യുവരാജാവിൻ്റെ അഭ്യുതകാംക്ഷികൾ അദ്ദേഹത്തിന് തുണയേകുന്നു. അതിൽ ആണും പെണ്ണുമുണ്ട്. പെണ്ണായി പിറന്ന് ആണിനില്ലാത്ത ആനന്ദത്തോടെ ജീവിച്ച ഒരുവൾ ആനന്ദവല്ലീശ്വരി. ഇത് ആനന്ദത്തിൻ്റെയും കഥയാണ്. ആനന്ദം കണ്ട വേണാടിൻ്റെ കാലം മറന്നാലും ലോകം മറന്നാലും മറയ്ക്കാനും പറ്റാത്ത കഥ. ആട്ടക്കലാശം നാടകം തുടങ്ങുന്നു. എന്തൊക്കെ കണ്ടുചല്ല നൃത്തങ്ങളെ, അത്ഭുതമല്ലയോ ചാപ്പ? എന്തിനു നീ അമ്മാന്റെ പേര് ചൊല്ലിയത്? ആനന്ദവല്ലേശ്വരി അല്ലയോ? ഗജഗംഭീരം തന്നെ കേട്ടാ. തന്നെ എന്റെ മാല. വന്നോ? യജമാനൻ കൽപ്പിച്ച് നൃത്തങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണു. അനുപമം അപാരം. മേനക തന്നെ എവിടെയാ നാട്യറാണി? വിളിക്ക, മാം കാത്തിരിക്കണോന്ന് പറയാ. പൂവാ ചപ്പൻ പിള്ളേ, നമ്മുടെ ഇരിപ്പിടം മുല്ലായോണ്ട് ഗംഭീരായിട്ടോ സുഖായിരിക്കണു കാഴ്ച. വേണാട്ടിലും ഇത്തരം കലാമികവിന് കാഴ്ചക്കാർ സന്തോഷം. അങ്ങ് തിരുവില്ലാമലയിലെ നമ്മുടെ ദേശത്ത് വിശേഷാണോ ഇതൊക്കെ? തിരുമനസേ, അല്ല ഈ ബ്രഹ്മസമ്പട്ടരി യജമാൻ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രഹ്മ രീതിയിലുള്ള എല്ലാ കളികളും അറിയുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾക്കറിയോ, ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഗണിച്ചു പറയുന്ന വ്യക്തിയാണ്. തിരുമനസേ കൽപ്പിച്ച് അവിടുത്തെ മുഖം കാണിക്കാൻ ഇഷ്ടമില്ലെന്ന് ചൊല്ലി. ആര് പറഞ്ഞു? ആ രംഭയോ? അതെ. പെണ്ണിന് ഇത്ര തിമിരോ? നമ്മെ അധിക്ഷേപിക്കാൻ മാത്രം അടക്കണുണ്ട് നാം. പഞ്ചമി, ആരാണ് ഈ പട്ടേരി? ബ്രഹ്മസ്വ മാർത്താണ്ഡൻ ഭട്ടത്തിരി എന്ന വരവ് ബ്രാഹ്മണൻ. രാജസദസ്സിലെ സ്ഥാനം കാട്ടി അയാൾ ഈ ആനന്ദത്തിനോട് മാറ്റി പറയണ്ട. ശുംഭൻ, നടരാജമൂർത്തി എന്ന ഉപാസനാ ദേവിന് മുന്നിലെ ഞാൻ തലകുനിക്കും. കടുപ്പമേറിയോ അക്ക? തമ്പ്യങ്കുന്നിന്റെ ഉറ്റമിത്രമാണെന്ന കേൾവി. സിംഹമടിയിൽ കുറുനരി കിടക്കുമോ? അനുരാൻ തിരുനാൾ അദ്ദേഹം തന്നെ വേണാട്ടരച്ചൻ. ഒപ്പം ഉണ്ടാവണം നമ്മൾ പ്രജകൾ. ചിറ്റമ്മ മക്കളല്ല, മരുമകൻ തന്നെ നാട് ഭരിക്കണം. ഈ കുടുംബവും കുറുപ്പന്മാനും ആനന്ദം ഉണ്ടാവും എന്നും. അനുരൻ തിരുനാൾ അദ്ദേഹത്തിന്റെ ഭരണം കാണാൻ. തമ്പ്യങ്കുന്നും ശ്രീ പത്മനാഭന്റെ തുണിയുണ്ട് മഹാരാജാവിന്. വാ പെണ്ണെ, നമുക്ക് പോവാം. കൊഞ്ചം വെളിയിൽ വരിക. എന്താ കേളു? കറുപ്പന്മാന്റെ ഓലയാണ്. ഇത്തിരി സ്വകാര്യ. അമ്മ കരുതിയിരിക്കണം. ഞങ്ങള് കൂട്ടർ തെക്കോർത്തുണ്ട്. യുവരാജാവിനെ അപായപ്പെടുത്താൻ ശ്രമം. നാഗർകോവിലിൽ വെച്ച് കേളുവും കൂട്ടരും കരുതിയിരിക്കുക. ഇരുട്ടിൽ കടന്ന് തപ്പുക. കേളുവും കോൾക്കാരും തുണയ്ക്ക്. ഇടമേൽ ചെന്ന് പറ്റ് കുറുപ്പന്മാർ. കാളി, കാളി, പൈതങ്ങളെ അയച്ചേര്. ഇന്ന് ഇത്ര മതി. സന്ധ്യ വൈകുമ്പോൾ നമുക്ക് പോണം. എങ്ങോട്ട് കൽപ്പിച്ചാലും ഇടമേലേക്ക്. കുറുപ്പന്മാർ ഓല അയച്ചിരിക്കണം. 8 വീടും തമ്മിമാരും എല്ലാവരും കരുതിയിരിക്കണം. നമുക്ക് പോകേണ്ട സമയമായി. നീ ആ ഓലക്കെട്ട് പൂജാമുറിയിൽ നിൽക്ക്. ഈ ഓലക്കെട്ട് വേനാടിന്റെ ഭാവിയാണ്. പത്മനാഭ, ഇത് എത്തേന്റെ അടുത്ത് എത്തിക്കണേ ഭഗവാനെ.
साक्षात्करा त्रिशूलगात्रम् सत्यप्रभाव दिव्यप्रकाशमन्त्रस्वरूपमात्रम् निष्प्रपञ्चादि निष्कलङ्कोऽहं निजपूर्णबोधहम् प्रत्यगात्माहं नित्यब्रह्मोऽहं स्वप्रकाशोऽहम् सच्चित्प्रमाणम् मूलप्रमेयम् अयं ब्रह्मास्मि अहं ब्रह्मास्मि ॐ शिवोऽहं रुद्रनामं भजेऽहं वीरभद्राय अग्निनेत्राय घोरसंहारः सकललोकाय सर्वभूताय सत्यसाक्षात्करा शिव शंभो स्वयंभो ओ शंभो शिव शंभो स्वयंभो शंभो शिव शिव शंभो शिव शंभो शिव शिव शंभो शंभो शिव शिव शंभो शिव शंभो शिव शिव शंभो शंभो शिव शिव शंभो शिव शंभो शिव शिव शंभो शंभो शिव शिव शंभो शिव शंभो शिव शिव शंभो शंभो शिव शंभो स्वयंभो गो 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 शंभो शिव शंभो स्वयंभो गंगाधर शंकर करुणाकर मामव भवसागर तारका भो शंभो शिव शंभो स्वयंभो गंगाधर शंकर करुणाकर मामव भवसागर तारका भो शंभो शिव शंभो स्वयंभो शंभो
शङ्कर करुणाकरा मम भवसागर तारका भो शम्भो शिव शम्भो स्वयंभो 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 സർ ഒരു ചാൻസ് തരാമോ സിനിമയിൽ അഭിനയിക്കാൻ? ആരാടോ രാവിലെ കേറി ഒന്ന് ശല്യം ഒന്ന് കൊള്ളു ഞാൻ സോമൻ കഴിഞ്ഞ ദിവസം സിനിമയിൽ നീ സോമനെ ചാൻസ് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ ശല്യം ഒന്ന് കൊള്ളു. തനിക്ക് അഭിനയിക്കാൻ അറിയോ? പിന്നെ ഞാൻ സ്കൂൾ ലെവലിലൊക്കെ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് അഭിനയിച്ച് കാണിച്ചു തന്നോ? ഡാൻസ് മതിയോ സർ? ആ കണി കൊള്ളാം. രാവിലെ തന്നെ എടാ സുരേഷ് വന്നിറങ്ങിക്കോടാ. വിളിച്ചോളൂ പോടാ ശല്യങ്ങൾ. ആശകളൊന്നായി തളിരിടുമ്പോൾ സ്വപ്നങ്ങളെല്ലാം പൂവണിയാ അച്ഛാ അച്ഛാ എന്റെ കൂടെ പഠിക്കുന്ന ആ രാജപ്പന്റെ നില കണ്ടോ? അത് കുഴപ്പമില്ല മോനെ, നിന്റെ അഭിനയകല എനിക്കറിയാം. നീ ഒരു ദിവസം വലിയൊരാളാവും. അതെനിക്കറിയാം, പക്ഷെ എനിക്ക് ചാൻസ് കിട്ടുന്നില്ല അച്ഛാ. ഞാൻ എന്ത് ചെയ്യാ അച്ഛാ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ പ്രമുഖ നടൻ സന്തോഷ് പണ്ഡിറ്റ് നടത്തുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അതേത് സന്തോഷ് പണ്ഡിറ്റ്? നമുക്ക് കാണാം. നേരിട്ട് കാണുമ്പോൾ അയാളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ഓ, എനിക്ക് ഓർമ്മ വന്നു. എന്താടാ? എന്റെ മകന് വലിയൊരു നടനാകണം. സാർ ഒന്ന് സഹായിക്കൂ. ഒരു പട്ടിക്ക് അതിനെ വാലുകൊണ്ട് നാണം മറിക്കാനാവില്ല. നീ വലിയവനാണെന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നില്ല. ഇതൊക്കെ നിനക്ക് അഭിനയിക്കാൻ പറ്റോ? അത് വേണ്ട, ഞാൻ ചെറിയതൊരെണ്ണം പറയാം. കോഴി കറുത്തതാണെന്ന് കരുതി അതിന്റെ മുട്ട കറുത്തതാവണമെന്നില്ല. ഇതൊക്കെയാണ് നടനാവാൻ വേണ്ടത്. ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ വേണം. എനിക്ക് നവരസങ്ങളൊക്കെ അറിയോടാ? ഞാനൊരു 500-600 നവരസങ്ങൾ ചെയ്യും. നീ ഒരു 9 ചെയ്യും. അയ്യോ ഞാൻ പേടിച്ചേ. നീ ലാസ്യം ചെയ്യടാ, ലാസ്യം. ഐ ഞാനോ? ആ നിങ്ങളെല്ലാവരും കൂടിയാ ഞാനും ഡാൻസ് ചെയ്യാം. ആ ഡാൻസ് ചെയ്യല്ലേ? ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി പൃഥ്വിരാജ്. Thank you. I am the English of the English. I am the film star of the Malayalam. I am the only English star of Malayalam, of English. Thank you. അടുത്തതായി നമ്മുടെ സിൽസില അഭിനയിക്കാൻ ആയിരിക്കും. സിൽസിലയിലെ ഡയറക്ടറായ ആൾ വരുന്നതായിരിക്കും. സിൽസില ഹേ സിൽസില, 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 സിൽസില ഹേ സിൽസില. ആറ് മാസങ്ങൾക്ക് ശേഷം എത്തുകയാണ്. ഇത് അഭിനയാണ്. മേക്കപ്പ് പോട്ട് എന്ത് വേണേ ഉണ്ടാക്കാം. ഇവിടെ ആടിനെ പട്ടിയാക്കണോ? പിന്നെയാണ് നിന്റെ അഭിനയത്തെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി. നീ പറഞ്ഞ 2 ഡയലോഗ് എന്ന് പറഞ്ഞ് അക്ഷരസ്ഫുടമായി പറയണം. സാറിനെ നോക്കിയിട്ടാണോ പറയണ്ടേ? ആരെയാണ്? ഒരു പട്ടിക്ക് അതിന്റെ വാലുകൊണ്ട് നാണം മറയ്ക്കാനാകില്ലെങ്കിലും നീ വലിയവനാണെന്ന് കരുതി ഞാൻ ചെറിയവനാകണമെന്നില്ല. പോലെ പോലെ അവിടെ നിൽക്ക്.
ആ ഡയലോഗിനൊന്നും അർത്ഥമൊന്നും മനസ്സിലാക്കി തന്നില്ല. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട്. ആ വാല് നിനക്കുണ്ടോ? ആ നോക്കിയേ അവിടെ ഉണ്ടോന്ന്. അതോ ഡയലോഗ് പറഞ്ഞത് നീയല്ലേ? അപ്പൊ നിനക്കല്ലേ വാലുണ്ടാവില്ല? ഞാൻ അങ്ങോട്ട് നോക്കിട്ടല്ലേ പറയുന്നേ. അപ്പൊ അവിടെ വാലുണ്ടാവണ്ടേ? എടാ പട്ടി നീ അപ്പൊ നീ മനസ്സിലാക്കണ്ടേ? ഒരു പട്ടിക്കെന്ന് പറഞ്ഞോളൂ, ഞാൻ പട്ടിയാന്നല്ല പറഞ്ഞേ. ഡയലോഗ് മനസ്സിലാക്കൂ ആദ്യം. നീ നവരസങ്ങളൊക്കെ കാണിച്ചായിരുന്നല്ലോ, അതാരാ കാണിച്ചത്? ആ രസങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചേ. എല്ലാ നവരസങ്ങൾ എത്ര എണ്ണം ഉണ്ടാ? ഇതല്ലേ നവരസം അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ തന്നെ മോഡിഫൈ ചെയ്താണ് സാർ, അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. കൂടുതൽ മോഡിഫൈ ചെയ്യണ്ട കേട്ടോ. ഇതില് ആരാ സന്തോഷ് പണ്ഡിത്? സന്തോഷ് പണ്ഡിത് ആരാ? കണ്ടു മനസ്സിലായില്ല. നിങ്ങളുടെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതിലൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവൾ എന്ത് ചെയ്യും? ആ പെണ്ണിനെ സ്റ്റേജിൽ കയറ്റാൻ പോലും പറ്റാത്ത പരുവത്തിലായതുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല. അവളെ നീ നശിപ്പിച്ചോ? കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായി. അവളിപ്പോ കിടപ്പാണോ? 9 മാസമായിട്ട് കിടപ്പാന്ന് കേട്ടു. ആരെ ചാറിന് വീട്ടിലോ? എന്റെ പെണ്ണല്ല, കൂടെ ഒരു പൊക്കം കുറഞ്ഞ പെണ്ണുണ്ടായിരുന്നില്ലേ? അതവളുടെ അമ്മായിയുടെ മോള. പിന്നെ തൻ്റെ കുറച്ച് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. താൻ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? കുറെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ പൊട്ടനാവേണ്ടിയിരിക്കും? പൊട്ടന്മാരുടെ അടുത്ത് പിന്നെ എന്താ ചോദിക്കുക? പൊട്ടത്തരങ്ങൾ ചോദിച്ചാ ഏത് ബുദ്ധിമാനും പൊട്ടത്തരം തന്നെ പറയുള്ളൂ. ബുദ്ധിയുള്ള പറഞ്ഞുകൊണ്ടിരുന്ന അത് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ നീ ബുദ്ധിമാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പിന്നെ വൻ ബുദ്ധിയല്ലേ, മനസ്സിലായില്ല? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് വരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എന്താണ് വാഗ്ദാനം ചെയ്തത്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന എല്ലാവർക്കും ഒരു സിനിമ ഇതിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടാകുമായിരിക്കും. ഞങ്ങൾ തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ തന്നെ അഭിനയിച്ച സിനിമകൾ ഉണ്ട് കുറേ. അതിനകത്ത് ഏതെങ്കിലും ചാൻസ് കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ. അതിൽ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഞങ്ങളുടെ പ്ലസ് പോയിന്റ് പാട്ടുകളാണ്. പാട്ടുകൾ ഞങ്ങൾ എങ്ങനെ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കും എല്ലാരും കയറ്റി അഭിനയിപ്പിക്കും. കൊറിയോഗ്രാഫർ ആരാ? സന്തോഷ് പണ്ഡിറ്റ് സാർ ഉള്ളപ്പോ പിന്നെ വേറെ കോറിയോഗ്രാഫറിന്റെ ആവശ്യമുണ്ടോ? പിന്നെ നിങ്ങളെല്ലാം എന്തിനാ? ഒരാൾ പോരെ? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ കുറെ ആൾക്കാർ വേണമല്ലോ, പേരിനെങ്കിലും. അല്ല, സാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമില്ല. സാർ പ്ലീസ് സാർ. താങ്ക് യു. അല്ല, ഇതിൽ ജോയിൻ ചെയ്യാൻ നല്ല സ്റ്റാൻഡേർഡ് വേണം. भाई साहब, आपने बिजली का बिल अब तक नहीं भरा, कब भरेंगे सर? टेलीफोन का बिल भरा, वो कब भरेंगे सर? बेटा, मनी ट्रांसफर अब तक नहीं हुआ, कब भेजोगे? जल्दी करो ना बेटा। पापा, आप मेरा मोबाइल टॉप अप भूले तो नहीं ना? मुझे अभी चाहिए, अभी के अभी। क्या आप टेंशन फ्री लाइफ जीना चाहते हैं? अब अपने मोबाइल फोन से स्टेट बैंक फ्रीडम पे लॉग ऑन करके कीजिए पैसा ट्रांसफर, मोबाइल टॉप अप, बिल्स पेमेंट। स्टेट बैंक फ्रीडम, तो हुआ ना आपका बैंक आपकी जेब में। നമസ്കാരം, എല്ലാവർക്കും മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സ്വാഗതം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നോൺ ഗോവിന്ദ റാഗിംഗ് മെഷീൻ. നിങ്ങൾ എന്താടാ ബാക്കി പിള്ളേരൊക്കെ? ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേരെല്ലാവരും എക്സലിന്റെ പരിപാടിക്ക് പോയി സാർ. എന്തോ? ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേര് എക്സലിന്റെ പരിപാടിക്ക് പോയി. ആകെ 3-4 ഉള്ളല്ലോ, എന്നിട്ട് എന്താ ഇത്ര അഹങ്കാരം? ആദ്യം മിണ്ടാതിരിക്കടാ, പറയണ കേൾക്കാതെ. പിന്നെന്താ സാർ? ബാക്കിലിരിക്കണവര് ആർട്സിന്റെ പരിപാടിക്ക് പോയി. ഗേൾസ് അവർ സീരീസ് ആണ് അടുത്ത മാസം എന്ന് പറഞ്ഞു കേട്ടു. അവർ വീട്ടിൽ പഠിക്കുമായിരിക്കും. ഇപ്പോഴേ തുടങ്ങിയോ പഠനമൊക്കെ? കൊള്ളാം, നല്ല. പിന്നെ കുറച്ചുള്ളവർക്ക് സ്പെഷ്യൽ സപ്ലൈ ഉണ്ട്. അപ്പൊ എങ്ങനെയാ നാളത്തെ അസൈൻമെന്റ് കാര്യമൊക്കെ റെഡി അല്ലേ? അസൈൻമെന്റ് നാളെ പറഞ്ഞ ഓർക്കണമെന്നില്ലേ അസൈൻമെന്റ്? നാളെ വെക്കണം. പിന്നല്ലാതെ നിങ്ങൾക്ക് മാർക്കൊന്നും വേണ്ട ഇന്റേണല്? സാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ സാർ? അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കാം. ഓക്കെ അല്ലേ? ശരി. ടെസ്റ്റ് സീനാളിയാ. എന്നെ അസൈൻമെന്റ് ജൂനിയേഴ്സ് വന്നിട്ടില്ലേ? ജൂനിയേഴ്സ് അവന്മാരെ കൊണ്ട് ചെയ്യിച്ചാലോ? യെസ്, കറക്റ്റ് ഐഡിയ. അവിടെ നിൽക്കുന്ന ജൂനിയേഴ്സ് അല്ലേ?
എന്നാടാ കൊണയാ എന്താണ് നിന്റെ പേര്? ആൽഫ്രഡ് വിൻസെന്റ് ഗോമസ്. നിന്റെ ആരുടെ? ശശി. അത് മതി കേട്ടാ, അത് ശശി, അത് മതി. അങ്ങനെ വിളിക്കും, വിളി കേട്ടോളണം കേട്ടല്ലോ. ആ ഏതാ നിന്റെ ക്ലാസ്? ഈവണ്ണ ചേട്ടാ. ഈവൺ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. അങ്ങനെ പറയണം കേട്ടല്ലോ. ഒരു 100 എടുത്ത് 100 എടുത്ത്. പൈസ ഇല്ലേ? നിന്റെ അപ്പൻ എന്നാ പരിപാടി? അപ്പൻ ഡോക്ടർ, അമ്മയോ? ബാങ്ക് മാനേജർ. നിന്റെ കയ്യിൽ പൈസ ഇല്ല എന്നിട്ട് വീട്ടിൽ കഞ്ഞി വെക്കാറുണ്ടോടാ നീ? അടിയാൻ വെച്ച് നാട്ടില്ല. വന്നേ, ഒരു അസൈൻമെന്റ് ഉണ്ട്, എഴുതാൻ പറ്റുമോ? എന്തോ കേട്ടില്ല, പറ. എഴുത്ത തരാമെന്നോ? ആ ചെയ്യണം. എന്നാ വിടി. അസൈൻമെന്റോ? ആരോ കൊടുത്ത്? ആരോ അസൈൻമെന്റ് റാങ്ക് കൊണ്ടത്? ഫസ്റ്റ് ഇയേഴ്സിനോ കൺട്രോൾ സിസ്റ്റോ? ആ ആരാത്? എന്താണോ താനി പറയണേ? കളിക്കണോ? കളിക്കണ്ട കളിക്കണ്ട. എന്താ റാഗിങ് ആണോ? നമ്മളെ സാർ എന്തായി പറ? സാർ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് സസ്പെൻഷൻ അടിക്കണോ? റാങ്കില്ല സാർ. കളിക്കണോ? കളിയില്ല സാർ. എന്തായാലും ഒരു 1 വീക്ക് വീട്ടിൽ നിന്ന് അസൈൻമെന്റ് ഒക്കെ വേണമെങ്കിൽ വന്നാൽ മതി. പന്നിടാ കാണാതെ തന്നെ. ആ അവനൊക്കെ എന്ത് ചെയ്യാ ഞാൻ? അപ്പം കരയരുത് കേട്ടാ, എനിക്ക് സസ്പെൻഷൻ കിട്ടി. ആ ആരോ എന്താണ് എന്തോ അസൈൻമെന്റ് എഴുതിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ആ ആരോ അസൈൻമെന്റ് എഴുതുന്നതിന് എനിക്ക് റാഗിങ് കിട്ടിയപ്പോ. ആ ഏതോ ഒരു ജൂനിയർ അസൈൻമെന്റ് എഴുതുന്ന പറഞ്ഞിട്ട് എനിക്ക് റാഗിങ്. ഇതിനൊക്കെ ശരിയല്ല, കോളേജ് ശരിയല്ല. അപ്പൊ റാഗിങ് ഒന്നും അവര് റാഗിങ് ചെയ്തു, പക്ഷെ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്തു. അപ്പം എന്നെ പൊറുക്കണം. ഇനി ഞാൻ എന്നെ അവരെ കിടന്ന് റാഗ് ചെയ്ത് തകർക്കണം. ഞാൻ അവിടെ കിടന്ന് എന്താണ് അപ്പനടപ്പാ എന്റെ അപ്പൻ. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റാഗിംഗ് ശൈലിക്ക് ഒരു പുത്തൻ ഉണർവ്. മൾട്ടി മോഡ് ഓപ്പറേഷനോട് കൂടിയ റോബോ സാപ്പിയൻസ് രീതിയിലുള്ള പുത്തൻ കണ്ടുപിടുത്തം. i20 processor 2 terahertz speed, memory 5 TB. പ്രൊഫസർ ബാബു ജോർജ്, ചെയർമാൻ ഓഫ് iTriplex, അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു നോൺ ഗോവിന്ദ റാഗിംഗ് മെഷീൻ. മറ്റേ അസൈൻമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടാ. റിപ്പീറ്റ് ചെയ്ത അസൈൻമെന്റ് സീനാണല്ലോ. എന്തായാലും സസ്പെൻഷൻ എനിക്ക് കിട്ടി. ഇനി ഒരു ഒറ്റ അസൈൻമെന്റ് ഞാൻ തന്നെ എഴുതത്തില്ല. കൊടുക്കണം, ജൂനിയേഴ്സിന് കൊടുക്കാം. എടാ പക്ഷെ ജൂനിയേഴ്സിന് പുറത്ത് വലിയ സാർമാർ കൊണ്ട് പൊക്കിയാലോ? സീനാണ്. നമുക്ക് വിളിച്ചാലാ റോബോ സാർ, ഡോൺ ഗോവിന്ദ റോബോയ്ക്ക് ഇങ്ങോട്ട് സ്വാഗതം. നമുക്ക് ഒരു അസൈൻമെന്റ് എഴുതാനുണ്ട്. അവിടെ 2 ജൂനിയേഴ്സ് നിൽക്കുന്നുണ്ട്. അവന്മാരടുത്തുകൊണ്ട് നമുക്ക് 5 അസൈൻമെന്റ് വേണം. അത് റെഡിയാക്കണം. ഓക്കെ, 5 എണ്ണം. അവിടെ പറഞ്ഞു ചോദിച്ചായിരുന്നു 6 എണ്ണം. അവൾക്ക് കൊടുക്കാണ്ടിരുന്ന അവൾ പിണങ്ങി. ഇനിയിപ്പോ ഞാൻ കാലി അടിച്ചെടുക്കേണ്ടി വരും. പോടാ പറഞ്ഞു. കാർത്ത് സാധനം എത്തിയേക്കണം. ചെകളടിച്ചു വിളിക്കും. വിജയിച്ചു. നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ നമ്മുടെ നോൺ ഗോവിന്ദ റാഗിംഗ് മെഷീന്റെ ഉപയോഗങ്ങള്? അറിഞ്ഞില്ല? എന്നൊന്നുകൂടെ നോക്കാം. വാടാ, കേറി വാടാ.
ഉമ്മാരൊരു പാണം പഠിക്കണല്ലോ റോബോജി. എൻ്റെ ഏത്തി അടിച്ചാലോ? ഗോവിന്ദ ഗോവിന്ദ ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ ഈണന്താ. ഗോവിന്ദ ഗോവിന്ദ ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ ഈണന്താ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നോൺ ഗോവിന്ദ റാഗിംഗ് മെഷീന്റെ ഗുണഗണങ്ങൾ? നോൺ ഗോവിന്ദ ഉപയോഗിക്കൂ, റാഗിംഗ് ആസ്വദിക്കൂ. ചുമ്മാ പറഞ്ഞു. താങ്ക് യു സർ. ഒന്നുമില്ലാതെ എന്തായാലും ഒന്നും പറയില്ലല്ലോ, ഒരു ഫീലെങ്കിലും തോന്നിയല്ലോ. താങ്ക്സ്. ഇതിന് എന്തുകൊണ്ടാണ് നോൺ ഗോവിന്ദാന്ന് പേര് വന്നത്? സാധാരണ റാഗ് ചെയ്തിട്ട് പിള്ളേര് കുറച്ച് മുമ്പ് സസ്പെൻഷൻ കിട്ടിയില്ലേ, ഗോവിന്ദ അടിച്ച് വീട്ടിൽ പോകും. ഈ സാധനം കൊണ്ടുവന്ന നോൺ ഗോവിന്ദ, ഗോവിന്ദ അടിക്കണ്ട, അത്ര തന്നെ. ഏതൊക്കെ തരത്തിലുള്ള റാഗിങ് ചെയ്യും? ഇത് പല രീതിയിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ആദ്യം കണ്ടല്ലോ അസൈൻമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ വേണമെങ്കിൽ MH കൊണ്ടുപോയി അതിൽ നമുക്ക് ചില പിള്ളേർ കൊണയുണ്ടാവും, ഈ പറഞ്ഞ ജൂനിയേഴ്സ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറിയിട്ട് പിള്ളേരെ റാഗിങ് വേണമെങ്കിലോ അവർ വല്ലോ എന്താണ് അവർ തിരിച്ചു കൊണച്ചാൽ വെറുതെ നാണം കിട്ടും, പച്ചയ്ക്ക് തെയ്യും അവിടെ നിന്ന്. അതല്ലെങ്കിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും, അപ്പോഴും തെയ്യും, സീനാവും. അപ്പോൾ നമ്മുടെ മച്ചാനെ ആദ്യം കയറ്റി വിടും, പുള്ളി പോയി ചെക്ക് ചെയ്യും. അപ്പോൾ ആരെങ്കിലും തിരിച്ച് കൊണയ്ക്കുവാണെങ്കിൽ പുള്ളി അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയാൾ പിടിക്കും. അപ്പോൾ അങ്ങനെ കൊണയില്ലാത്ത പിള്ളേർ നമുക്ക് കിട്ടും, അവരെ കൊണ്ടുപോയി റാഗ് ചെയ്യാൻ നമുക്ക് ആഘോഷിക്കാം. മച്ചാനെ ഏതൊക്കെ റാഗിങ്ങാ ചെയ്യാ? ഏത് തരം വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാലും മാക്സിമം അടം വരെ പോകും. സാറേ മച്ചാനെ കൊണ്ട് റാഗ് ചെയ്യിച്ചാൽ നമുക്ക് പുണ്യൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, ഏതൊക്കെ രീതിയിലുള്ള റാഗിങ് ചെയ്യും? റാഗിങ് മച്ചാൻ സ്ട്രിപ്പ് ചെയ്യിക്കും. ഒന്ന് ചെയ്യിച്ചാടാ. കോളേജാണ്, ഷർട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ, കുഴപ്പമില്ലല്ലോ മച്ചാനെ. അല്ല മച്ചാന്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞിട്ടാണോ മച്ചാൻ നിന്റെ ഷർട്ട്? മച്ചാന്റെ അടുത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കും കാര്യങ്ങളൊക്കെ. മച്ചാനെ പ്രോഗ്രാം ചെയ്താലേ വർക്ക് ചെയ്യൂ. അതെ, നോൺ ഗോവിന്ദ റോബോട്ട്. നിങ്ങൾ ഈ റാഗ് ചെയ്യാൻ വേണ്ടി ഒരു മെഷീനെ ഉപയോഗിക്കുന്നതുകൊണ്ട് സീനിയേഴ്സിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഇല്ല സാർ, ചുമ്മാ കാര്യം ഇല്ലായ്മയല്ലേ? നല്ലതല്ലേ? ചങ്കും വിരിച്ചു നിന്നിട്ട് സസ്പെൻഷൻ അടിച്ച് വീട്ടിൽ പോയാൽ നമുക്കൊന്നും കിട്ടില്ല സാർ. അതാ ഗട്സ് എന്ന് പറയുന്നത്. ഗട്സ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, വീട്ടിൽ പോയിരുന്നിട്ടാ വീട്ടിൽ കയറ്റണ്ടേ. ഗട്സ് ഇല്ലെങ്കിൽ ചെയ്യരുത്, അങ്ങനെ പറയരുത്. ഇവിടെ ഇരിക്കുന്ന ഇപ്പോ സാധാരണ റാഗിങ് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും റാഗ് ചെയ്തായിരുന്നു, ഭയങ്കര ഗട്സ് ആയിരുന്നല്ലേ? എനിക്കത് ചോദിക്കാനുള്ളത് അതല്ല, ഗട്സ് ഇല്ലെങ്കിൽ പോരുത്. ഞങ്ങൾക്ക് ഗട്സ് ഉണ്ട്, പക്ഷെ പിള്ളേരുണ്ടല്ലോ, പിള്ളേര് വരും, പിള്ളേരുടെ മുമ്പിൽ കാണിച്ചാൽ പോരെ ഗട്സ്, സാറുമാരുടെ മുമ്പിൽ കാണിക്കണോ? അതുപോലെ പിന്നെ നിങ്ങൾ യൂസ് ചെയ്ത നമ്മുടെ കോളേജിലെ സാറന്മാർ മനോരമയൊക്കെ ആയിട്ടാണോ പഠിപ്പിക്കാൻ പറ്റുന്നത് ക്ലാസ്സിൽ? അല്ല, മനോരമയൊക്കെ മനോരമ വെച്ച് കവർ ചെയ്ത ബുക്കാണ് ഇത്. AC മെഷീൻ ടെക്സ്റ്റ് ആണ്. ഇതിപ്പോ മാറ്റിയതാ. നോക്ക്, അത് കൺട്രോൾ സിസ്റ്റം ആണോ? ഇത് കൺട്രോൾ സിസ്റ്റം അല്ല, ഗ്രാഫ് വരയ്ക്കാൻ. ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഓഡിയൻസ് അവനൊന്നും മനസ്സിലായില്ല. പുള്ളിക്കൊന്നും മനസ്സിലായില്ല. ആർക്കും ചോദിക്കാനില്ലേ? ഇത് ഈ സാർ ഈ കോളേജിൽ ഏത് സാറായിട്ടാ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഈ കോളേജല്ലേ? ഈ കോളേജ് അന്നേരം പറഞ്ഞു മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ്, നോട്ട് മോഡൽ. മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജാണ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ല. ഓക്കെ, ഡൗട്ട്? ഓക്കെ, താങ്ക്സ്. താങ്ക് യു. ഞാൻ ഹോസ്റ്റലിലെ മതിലൊന്ന് ചാടി. ഇല്ല, അപ്പൊ നീ എന്റെ ഹോസ്റ്റലിലേക്ക് പോരെ. ആദ്യം പറ അവിടത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നീ എന്റെ കൂടെ വാ, അപ്പൊ ഞാൻ കാണിച്ചു തരാന്നേ. ശരി ചേച്ചി, വാ. ഓക്കേ, കം ഓൺ. എടാ, ഇതാണ് നമ്മളെ വാർഡൻ. ഓക്കേ. വാർഡൻ. ഒരു ന്യൂ അഡ്മിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വേക്കൻസി ഇല്ലെന്ന്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ ഓൾറെഡി വേക്കൻസി ഒക്കെ ഫീൽഡ് ആയിട്ടുണ്ട്, നിനക്കതൊക്കെ അറിഞ്ഞുകൂടെ? അയ്യോ വാർഡൻ, ഇങ്ങനെ പറയല്ലേ. ഞാൻ ഈ ഹോസ്റ്റലിനെ കുറിച്ച് ആണോന്നേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റൂമില് 8 ബെഡല്ലേ ഉള്ളത്?
അതൊരു ബുദ്ധിമുട്ടല്ലല്ലോ. അതൊന്നും ഒരു സീനല്ല. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നന്ദിക്കാരുടെ ഹോസ്റ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി അറിയാമല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറിയിരിക്കണം. 10 മണിക്ക് കയറിയാലും പിന്നെ ഫീസ് സ്ട്രക്ചർ അത് വളരെ സ്ട്രിക്റ്റ് ആണ്. വെറും 3999 രൂപ മാത്രം. പിന്നെ ലാപ്ടോപ്പ് ഉണ്ടോ? ആപ്പിളോ ഓറഞ്ചോ എന്തായാലും കുഴപ്പമില്ല. അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്, ₹500. പിന്നെ മൊബൈൽ ഉണ്ടോ? ഓക്കെ, അപ്പൊ 2 മൊബൈലിന്റെ ചാർജ് ₹500. ചേച്ചി ജാക്ക് പറഞ്ഞു ഭയങ്കര തിന്നായി പോയി. പിന്നെ ഓരോരുത്തരും കിട്ടാത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ചിറ്റ്സ് കോർണർ. നീ എഴുതുന്ന എല്ലാ യൂണിവേഴ്സിറ്റി എക്സാം S1 തൊട്ട് S8 വരെ അതിന്റെ എല്ലാ എക്സാമിന്റെ ചിറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നോക്കൂ. പിന്നെ ലാബിന്റെ ഉണ്ട്. ലാബും പേടിക്കണ്ട. ലാബ് ഉണ്ടല്ലേ? ഡിഗ്രി ടോപ്പിക് പേപ്പർ അല്ലേ ഉണ്ടല്ലോ. ലവേഴ്സ് കോർണർ. ലവേഴ്സ് കോർണർ? യാ, നിനക്ക് എത്ര സമയം വേണമെങ്കിലും നിന്റെ ബോയ്ഫ്രണ്ട് 1, ബോയ്ഫ്രണ്ട് 2, ബോയ്ഫ്രണ്ട് 3 ഓക്കേ, നമുക്ക് ഇനി മെസ്സോളിലേക്ക് പോവാം. ഓക്കേ, ദിസ് ഈസ് आवर മെസ്സോ. നിനക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. നിനക്ക് ഏത് ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം? വിയറ്റ്നാമീസ്. ഓ, ആ പാച്ചയ്ക്കുള്ളതല്ലേ? അത് ഇവിടെ അവൈലബിൾ ആണ്. രക്ഷപ്പെട്ടു. ഓക്കേ. വേറെ നീ ഒന്നും തേടേണ്ട ആവശ്യമില്ല. ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഫുഡിനൊപ്പം തന്നെ വന്നോളും. ഫോർ എക്സാമ്പിൾ ചിന്നു ഇവിടെ വന്നപ്പോൾ ഓഹോ, ചിന്നു ആദ്യം അങ്ങനെയായിരുന്നു. സൈസറും ആയിരിക്കുന്നു. ഇനി നിനക്ക് എന്ത് സ്പെഷ്യാലിറ്റി ആണ് വേണ്ടത്? വേഗം പറയൂ, ടൈം ആയിരിക്കുന്നു. ഇവിടെ എങ്ങനെ വ്യൂ? ബാൽക്കണി ഉണ്ട്. അങ്ങോട്ട് നോക്കൂ. നീ അവിടെ നോക്ക്. കാണുന്നുണ്ട്. നിനക്ക് ലാപ്ടോപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ലാപ്പുണ്ട്. ഓക്കെ, അപ്പം നിനക്ക് ഇന്റർനെറ്റ് വേണ്ടേ? ഇന്റർനെറ്റ് വേണം. ഓക്കെ, അപ്പൊ വൈഫൈ ഉണ്ടോ? യെസ്, എല്ലാ റൂമിലും വൈഫൈ ഉണ്ടല്ലോ. കോളേജിൽ വൈഫൈ ആണോ? അല്ല, 12 Mbps കണക്ഷൻ ആണ്. കോളേജിൽ പോലല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ വൈഫൈ കോർണർ. എടാ, നമ്മുടെ കോളേജിൽ കഴിഞ്ഞ ദിവസം വന്ന ആ ജോസഫ് ഏട്ടനില്ലേ, അവന്റെ പ്രൊഫൈൽ ഒന്ന് എടുത്തേ. ഏത് ജോസഫിനാടി? നിനക്കറിയില്ല, കഴിഞ്ഞ ദിവസം കോളേജിൽ വന്നേ ആ മച്ചാൻ. അത് തന്നെ. അവിടെ ഫഞ്ചുന്റെ പ്രൊഫൈൽ തുറന്നിരിക്കുന്നു. നീ അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് മാറ്റിക്കേ. ഫഞ്ചുന്റെ റിലേഷൻഷിപ്പ് and it is complicated. Okay. പിന്നെ നിനക്ക് എന്ത് ഫെസിലിറ്റിയാണ് വേണ്ടത്? എന്താടാ? എടി, ഒരു കാര്യം ഉണ്ടെടി. നമ്മുടെ പഴയ ഹൗസ് ക്യാപ്റ്റൻ ഇല്ലേ? അവരുടെ ഫസ്റ്റ് കോർണർ അടിച്ചോണ്ട് പോയി. എല്ലാ ക്ലാസ്സിലും നമ്മുടെ ഏജൻസ് ഉണ്ട്. അപ്പൊ എല്ലാം ഇങ്ങോട്ട് എത്തും. വാവ്, ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉള്ള ലേഡീസ് ഹോസ്റ്റൽ വേറെ ഒരിടത്തും കിട്ടില്ല.
വിശ്വജ്യോതി ലേഡീസ് ഹോസ്റ്റൽ കുട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം. നിങ്ങൾ എല്ലാവരും 6 മണിക്ക് ശേഷം കയറുന്നവരാണോ അതോ 6 മണിക്ക് മുമ്പ് കയറുന്നവരാണോ? എന്താ 6 മണിക്ക് കയറാം എന്നാണ് റൂള്, പക്ഷേ 10 മണി ആയാലും മതി. 10 മണി. അപ്പോൾ നിങ്ങൾ കോളേജ് വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 6 മണിക്ക് കയറാൻ പറ്റില്ലല്ലോ. ആർട്സ് എക്സൽ പോലുള്ള നമുക്ക് നിൽക്കേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ ലേറ്റ് ആവുമല്ലോ. നിങ്ങൾ എല്ലാവരും 6 മണിക്ക് അപ്പോൾ കയറാറുണ്ട്? അങ്ങനെ കയറാറൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ 10 മണി ആയിട്ടാണ് കയറിയാൽ മതി. നിങ്ങൾ ഇപ്പൊ PC മെമ്പേഴ്സ് ഉണ്ടല്ലോ, PP മെമ്പേഴ്സിന് കോളേജിൽ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ അവർ ലേറ്റ് ആയിട്ട് കയറും. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ചെറുത് ആളുകൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, അതാണ് ചോദിച്ചത്. എന്ത് പരിപാടിയാണ് നിങ്ങളെ കാണിച്ചത്? ഇതൊരു വുമൻസ് ഹോസ്റ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ആണ്. പിന്നെ എല്ലാവരും മതിൽ ചാടി നിന്നവരാണോ നിങ്ങൾ? ശരിക്കും ജീവിതത്തിലും മതിൽ ചാടി കിടക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, ഒരിക്കലും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഇതിന് ഹലോ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തിനാ പിന്നെ എപ്പോഴും മതിൽ ചാടുന്നതായിട്ട് ഈ ഫുൾ ടൈം കാണിച്ചത്? ഞങ്ങൾ പല ആളുകളും വിചാരിച്ചാൽ നിങ്ങൾ മതിൽ ചാടുമെന്ന് വിചാരിച്ച് എല്ലാവരും ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മതിൽ ചാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ മതിൽ ചാടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതിൽ ചാടിയിരിക്കണം. ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ കുട്ടികളല്ല. അല്ല, നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികളല്ല. 10 മണി വരെ കുഴപ്പമില്ല. അല്ല, നിങ്ങളിപ്പോൾ മതിൽ ചാടുന്നവരല്ല അല്ലേ? ഞങ്ങൾ മതിൽ ചാടിയിട്ട് പിടിച്ചിട്ട് ഒരു ഹോസ്റ്റലിൽ നിന്ന് വന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് 6 മണിക്ക് ആ ഹോസ്റ്റലിൽ കയറണമായിരുന്നു. കൂടുതൽ കഥകളൊന്നും പറയണ്ട. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അവിടെ എന്താ എഴുതി വെച്ചാണ്? ചിറ്റ്സ് കോർണർ. അതെന്താ മനസ്സിലായില്ല? ഞങ്ങളെ പോലുള്ള വിവരമില്ലാത്തവരൊക്കെ മനസ്സിലാവാതിരിക്കാനാണോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, ഇത് ഹോസ്റ്റലിലെ ഒരു സീനാണ് കാണിക്കുന്നത്. ഹോസ്റ്റലിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് ആർക്കും മനസ്സിലായില്ല. S1 തൊട്ട് S8 വരെയുള്ള നിങ്ങൾക്ക് എഴുതുന്ന എല്ലാ എക്സാംസിലും ചിറ്റ്സ്. എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ ഈ ആൻസർ പേപ്പർ ഒക്കെ ഒരു ബിടെക് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു ചിറ്റ് എന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കും. ഞങ്ങൾ പഠിക്കുന്ന പറഞ്ഞോട്ടെ, ഞങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾ ചിറ്റ്സിന്റെ മീനിങ് പറയൂ. നിങ്ങൾ പറയൂ. നിങ്ങൾ അതിൽ പറയാൻ പറ്റില്ലെങ്കിൽ അവിടെ എഴുതി വെക്കരുത്. നമ്മുടെ കോളേജിലെ 100% പിള്ളേരും ചിറ്റ്സ് ഉപയോഗിക്കാത്തവരാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ ചിറ്റ്സ് ഉപയോഗിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫെസിലിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സത്യസന്ധമായിട്ട് എഴുതുന്നവർക്ക് സത്യസന്ധമായിട്ട് എഴുതാം. നിങ്ങൾ ചിറ്റ്സ് ഉപയോഗിച്ചാണ് എല്ലാ പരീക്ഷയും പാസ്സാവുന്നത്. ചിറ്റ് ഉപയോഗിച്ച് പാസ്സാവുന്നവരും ഉണ്ട് ഈ കോളേജിൽ. അല്ല, നിങ്ങൾ പാസ്സാവുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എല്ലാരും ചിറ്റ് യൂസ് ചെയ്യണമെന്നില്ലല്ലോ, യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് അത് ചിറ്റ്. നിങ്ങളുടെ കോളേജിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? അതിപ്പോ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. കോളേജിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, എക്സാം ഹാളിലൊക്കെ സ്ഥിരമായി ചിറ്റ് പൊക്കാറുണ്ട്. അപ്പൊ അതൊരു ആവശ്യമാണ് ഞങ്ങൾ. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ചിറ്റ് വെച്ച് പാസ്സായി പാസ് ഔട്ട് ആയി പോയവരും ഒരുപാടുണ്ട്. ഹലോ, ഓക്കെ ആയിക്കോട്ടെ. നിങ്ങളെ ചിറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പൊക്കിയിട്ടുണ്ടോ? നിങ്ങളെ മേക്ക് പിടിച്ച ആള് എന്നെ പൊക്കിയിട്ടില്ല, ഞാൻ ചിറ്റ്സ് ഉപയോഗിക്കാറില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക്. നിങ്ങൾ ആരാ ഉപയോഗിക്കുന്നതിനകത്ത്? ഈ 4 പേരിൽ ആരാ ചിറ്റ്സ് ഉപയോഗിക്കുന്നത്? മറിയം ആണെന്ന് തോന്നുന്നു. മറിയത്തിനെ നോട്ടം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. സോറി, ഞാൻ യൂസ് ചെയ്യാറില്ല. ഹലോ പറഞ്ഞോട്ടെ, ഇവിടെ ഇംഗ്ലീഷ് എലക്യൂഷൻ മത്സരമൊന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഉപയോഗിക്കുന്നവരെ എനിക്ക് അറിയാം. നിങ്ങൾ 4 പേരിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഈ 4 പേരിൽ ആരും ഉപയോഗിക്കും. പിന്നെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഹോസ്റ്റലിൽ ഈ 4 പേര് മാത്രമല്ല താമസിക്കുന്നത്, വേറെ ഒരുപാട് പേര്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒരാളെ വിളിക്കൂ. ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒരാളെ വിളിക്കൂ. വിളിക്കൂ, ആള് വരട്ടെ. ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ടോ? ഉപയോഗിക്കും. എന്താ ഹലോ, കുട്ടിയുടെ മുഖം കണ്ടിട്ട് തോന്നുന്നല്ലോ ചിറ്റ്സ് ഉപയോഗിക്കുന്ന ആളാണെന്ന്. പക്ഷെ മുഖം കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല സാറേ. ചിറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഡാൻസ് കളിക്കുക, പാട്ട് പാടുക പോലെ വളരെ മനോഹരമായ ഒരു കലയാണ്. ഓക്കെ. ഹലോ, നിങ്ങളുടെ അവിടെ ഒരു കോണ്ടാക്ട് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ആരെങ്കിലും നമ്പർ ആണെങ്കിൽ ഞങ്ങൾ വിളിക്കാമായിരുന്നു. വളരെ സന്തോഷം. ആരുടെ നമ്പറാണ്? സോറി, അത് വാർഡന്റെ നമ്പറാണ്, വിളിച്ചിട്ടും കാര്യമില്ല. ഓക്കെ.
5 PM വരെ ഫോൺ എടുക്കത്തുള്ളൂ. നിങ്ങളുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാ കാണിച്ചു ഒന്നുകൂടെ ഒന്ന് പറയാം. ചിറ്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും? ലവേഴ്സ് കോർണർ, ബ്യൂട്ടി പാർലർ, പിന്നെ ഇന്റർനെറ്റ് സർഫിംഗ്. പിന്നെ നിങ്ങളൊരു വ്യൂ ആംഗിൾ വ്യൂ എവിടെയാ? അതെവിടെയാ? ബാൽക്കണി. എംഎച്ച് കാണാൻ പറ്റുമോ? എംഎച്ച് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും. കാണാൻ പറ്റും. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരു ബോയ്സ് ഹോസ്റ്റൽ കാണാൻ പറ്റും. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ എംഎച്ച് ആണോ അത് വേറെ മെൻസ് ഹോസ്റ്റലാണോ? പൊതുവിൽ ഒരു മെൻസ് ഹോസ്റ്റൽ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ഹോസ്റ്റൽ കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ? ആൾക്കാരെ ഒരു ഹോസ്റ്റലാണ് കാണാൻ പറ്റുക. ആൾക്കാരെ കൂട്ടണ്ടേ? നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രമല്ലേ അത്? ഹോസ്റ്റലിന്റെ ഒരു മാർക്കറ്റിംഗ്. ഹോസ്റ്റൽ കാണാൻ പറ്റും. ഒരു ഹോസ്റ്റൽ നല്ല വ്യൂ ഉണ്ട്. അപ്പൊ അവിടെ ഉള്ളവർക്ക് ആവശ്യമുള്ളവർ മാത്രമല്ലേ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ? ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവരും അവിടെയൊക്കെ നോക്കിയിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെയുള്ളവരുണ്ടാവും. താല്പര്യമുള്ളവരുടെ കാര്യം പറഞ്ഞു. താല്പര്യമുള്ള കാര്യം പറഞ്ഞു. ഓക്കെ. ഈ ലവേഴ്സ് കോർണറിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ലവേഴ്സ് കോർണർ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ, റൂമിൽ ഒരു 8 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനിടയ്ക്ക് ഇത് നമുക്ക് സ്വസ്ഥമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലവേഴ്സ് കോർണർ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു റൂമാണ്. അതിന്റെ പല കോർണേഴ്സിലും നമുക്ക് ഇരുന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റൂമിൽ 8 പേരാണോ? അതെ. വളരെ ചെറിയ റൂമാണോ? അല്ലല്ല, നല്ല വലിയ റൂമാണോ? നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. 8 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ആ. നേരത്തെ ലവേഴ്സ് കോർണർ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഫോണും പിടിച്ച് നടന്നായിരുന്നല്ലോ, അതെന്ത്? എന്തോ? അത് ആ കുട്ടിയുടെ ലവർ വിളിച്ചിട്ട് ആ കുട്ടി പോയി. ഒന്നും തിരിച്ചു വിളിച്ചേ. എന്തേ? ഒന്ന് കാണണല്ലോ. അല്ല, ലവർ വിളിച്ചിട്ട് പോയ സമയത്ത് ഇപ്പൊ നമ്മൾ വിളിച്ചാ വരുമോ? ആ കുട്ടി വേണം, വിളിക്കും. ഇതല്ല പെൺകുട്ടി. എന്താ? ഞാൻ തന്നെ. അല്ല, ഇതല്ല ഞാൻ കണ്ട പെൺകുട്ടി. ഫോൺ ആ മൈക്കൊന്നാ കുട്ടിക്കോടും. എന്താ പേര്? പേരെന്താ? നിക്കിത. ആരുടെ അടുത്താ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്? ലവേഴ്സ്. അത് പറയാൻ പറ്റില്ലല്ലോ. കൊറേ പേരുണ്ടോ? കൊറേ പേരുണ്ടോ? അതെ, മൾട്ടി ടാസ്കിംഗ്. ഓ, ഇപ്പൊ ആ കുട്ടി പറഞ്ഞു ലവർ വിളിച്ചിട്ട് പുറത്തോട്ട് പോയേക്കായിരുന്നു. ആരെ കൊണ്ടുപോയേ? പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. എന്നാലും പറയാൻ പറ്റില്ല. ഒരു ചുമന്ന വണ്ടിയിലാണോ പോയെ? താങ്കൾ ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്നത് പറ്റില്ല. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് പേഴ്സണൽ ആയിട്ട് ഇൻസൾട്ടിങ് ഒഴിവാക്കണം. ഹലോ പോരുത് ആരും പോരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ ഒരു മിനിറ്റ്, പുതിയതായിട്ട് വന്ന കുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ കേട്ടില്ല. ഹലോ നിക്കിത. ഓക്കെ, നോ മോർ ക്വസ്റ്റ്യൻസ്, താങ്ക്സ്. ഓക്കെ, പോവാം. हाय मोहन. मोहन नहीं, चिमन लाल चार्ली. मोहन साहब चाय. अबे मोहन साहब नहीं, चिमन लाल चार्ली साहब. मोहन. चिमन लाल चार्ली यार. चिमन लाल चार्ली है. चिमन लाल चार्ली. चिमन लाल चार्ली माँ. मोहन. चिमन लाल चार्ली. मोहन नहीं है, चिमन लाल चार्ली है. ए मोहन. लंच मोहन. अबे फिर मोहन. सब लोग सुन लो, स्टेट बैंक ऑफ इंडिया के इस देश में मैक्सिमम एटीएम्स है. मैक्सिमम एटीएम्स. SBI. यकीन नहीं हुआ मुझे, शर्त लगाई, हार गया, इसीलिए नाम बदलना पड़ा. चिमन लाल चार्ली. വെള്ളമടിച്ച് കരൾ അരിപ്പ പോലെയായ നിരാലംബനായ ഒരു യുവാവാണ് ഞാൻ. എൻ്റെ പേര് ടുങ്കൻ. വെള്ളമടിയുടെ ദോഷവശങ്ങൾ മനസ്സിലാക്കിയ ഞാൻ ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയിരിക്കുകയാണ്. ടുങ്കൻസ് ഡി അഡിക്ഷൻ സെന്റർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുടിയന്മാരുടെ കുടുംബങ്ങളുടെ നന്മയ്ക്കായി ഒരു റിയാലിറ്റി ഷോയിലൂടെ ഇവരെ നേർവഴിയിലേക്ക് നയിക്കാൻ ഞാനിതാ അവതരിപ്പിക്കുന്നു ടുങ്കൻസ് ഡി അഡിക്ഷൻ സെന്റർ. നമ്മുടെ ആദ്യ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് ഒരു ഫുൾ ഒട്ടിയിരിപ്പിനെ തീർക്കുന്ന കുടിയന്മാരാണ്. നമ്മുടെ ജഡ്ജിംഗ് പാനലിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം മിസ്റ്റർ അയ്യപ്പ ബൈജു. സെലിബ്രിറ്റി ജഡ്ജ് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ഉപദേശിച്ച് നേർവഴിയിൽ നയിക്കാൻ പലവക ഇടവകയിലെ ഫാദർ ലൂക്കോ പ്ലാക്കോയിനെ സ്വാഗതം ചെയ്യുന്നു.
Modi. Third participant, Mr. Osiar Pappen from Mahi. അടുത്തതായി ഫാദറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെള്ളക്കുഞ്ഞാട്ടുകളെ, അരിമണിപ്രാവുകളെ, നിങ്ങൾ വെള്ളമൊട്ടിക്കുമ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഓർക്കേണ്ടത്? അമ്മമാരെ കുറിച്ച്, പെങ്ങന്മാരെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, അഥവാ പൈതങ്ങളെ കുറിച്ച്. വരൂ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു സ്തോത്രം. Once more. യേശു സ്തോത്രം. അടുത്തതായി നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുവാൻ എൻ്റെ പ്രിയ സുഹൃത്തുടെ ആഘാതനായിട്ടുണ്ട് ശ്രീ ശ്രീ കരിശങ്കർ. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. Alcohol is intoxic. So join with me. Breathe hard. Now, what you feel? എനിക്കൊരു പെയിന്റ് അടിക്കാൻ തോന്നുന്നു. So breathe again. ഇനി ഫൈനൽ റൗണ്ട് ആണ്. ഫൈനൽ റൗണ്ടിൽ അവരുടെ ഫേവറേറ്റ് ബ്രാൻഡുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് അടിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആണ് ഇന്നത്തെ വിജയ്.